എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 30-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സന്ധ്യയായപ്പോൾ രാത്രിയായപ്പോൾ സിദ്ധാശ്രമത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും കിടന്നുറങ്ങി. വിശ്വാമിത്ര മഹർഷി യാഗം ആരംഭിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വിശ്വാമിത്രനെ വന്ദിച്ചുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പുറപ്പെടേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടി അതിനായിട്ട് വന്ദിച്ച് അടുത്തു പോയി നിന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇനി 30-ാമത്തെ സർഗം ആരംഭിക്കുന്നത് വിശ്വാമിത്രനോട് ഇവർ ചോദിക്കുന്നതായിട്ടാണ്. നമുക്ക് 1-ാമത്തെ ശ്ലോകം നോക്കാം. അഥ തൗ ദേശകാലജ്ഞൗ രാജപുത്രാവരിന്ദമൗ ദേശേ കാലേ ച വാക്യജ്ഞാവബ്രൂതാം കൗശികം വച. അഥ അനന്തരം, അതായത് രാത്രി കിടന്നുറങ്ങി വെളുപ്പാങ്കാലത്ത് കുളിച്ച് സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞ് വളരെ ശുചി ആയിട്ട്, വളരെ ശുദ്ധി നേടിയവരായിട്ട് അങ്ങനെ വന്നു നിന്ന ആ ബാലകന്മാർ രണ്ടുപേരും ചോദിക്കുകയാണ്. അവരെ പറ്റിയിട്ട് വാൽമീകി മഹർഷി പറയാണ്, ദേശകാലജ്ഞവും, ദേശജ്ഞന്മാരുമാണ് കാലജ്ഞന്മാരുമാണ്. അതായത് ഇതിനെ പറ്റിയിട്ടൊക്കെ, ദേശകാലങ്ങളെ പറ്റിയിട്ടും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല തികഞ്ഞ ഓർമ്മ, ബുദ്ധി ഒക്കെ നന്നായി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആ രാജപുത്രന്മാരായിട്ടുള്ള, ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നവരായിട്ടുള്ള ബാലകന്മാർ, രാജപുത്രവും അരിന്തമവും, അവർ എന്താണ് ചെയ്തത്? പിന്നെ അവരെത്തിച്ചേർന്ന ദേശത്തിനും കാലത്തിനും അനുസരിച്ച് ദേശേ കാലേച വാക്യജ്ഞാവബ്രൂതാം കൗശികം വച. ഒരു പ്രത്യേക ദേശത്ത് ചെന്ന് പ്രത്യേക സമയത്ത് ഇന്ന രീതിയിലേ സംസാരിക്കാവൂ, ഇന്ന രീതിയിൽ വേണം ഇടപെടാൻ എന്നുള്ളതൊക്കെ നന്നായിട്ട് തിരിച്ചറിയുന്ന ബാലകന്മാരാണ്. അതാണ് ദേശേ കാലേച വാക്യജ്ഞവും. ഇന്ന ദേശത്ത്, ഇപ്പോൾ ഇതൊരു സിദ്ധാശ്രമമാണല്ലോ, അവിടെ രാജകൊട്ടാരത്തിൽ പറയണ പോലത്തെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നും പാടില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ആശ്രമത്തിലെ പെരുമാറ്റം എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കൗശികം വച അബ്രൂതാം, കൗശികനോട് ഇപ്രകാരം പറഞ്ഞു. ഒരു ആശ്രമത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതുപോലെ ചോദിച്ചു എന്നർത്ഥം. എന്താണ് ചോദിച്ചത്? 2-ാമത്തെ ശ്ലോകം നോക്കാം. ഭഗവൻ ശ്രോതുമിച്ഛാവോ യസ്മിൻ കാലേ നിശാചരൗ സംരക്ഷണീയൗ തൗ ബ്രൂഹി നാദിവർത്തേത തത്ക്ഷണം. ഭഗവൻ എന്നുള്ളത് വിശ്വാമിത്രനെ കുട്ടികൾ വിളിക്കുകയാണ്. അല്ലയോ വിശ്വാമിത്ര മഹർഷിയെ, ആവാം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും, അഹം ആവാം വയം, ഞങ്ങൾ രണ്ടുപേരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രോതും ഇച്ഛാവഹ, ശ്രോതും ഇച്ഛാമി, ശ്രോതും ഇച്ഛാവഹ, ശ്രോതും ഇച്ഛാമഹ, അഹം ആവാം വയം. ഇങ്ങനെയാണ് ദ്വിവചനം ഉണ്ടല്ലോ എല്ലാത്തിനും സംസ്കൃതത്തിൽ. അപ്പം ഞങ്ങൾ രണ്ടുപേരും, രാമനും ലക്ഷ്മണനും, അതാണ് ശ്രോതും ഇച്ഛാവഹ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? യസ്മിൻ കാലേ നിശാചരൗ തൗ സംരക്ഷണീയൗ, ഏതൊരു സമയത്താണ് ഈ രാക്ഷസന്മാർ ഈ യാഗത്തെയും ആശ്രമത്തെയും ഒക്കെ ആക്രമിക്കാനായിട്ട് വരിക, അവരെ എപ്പോഴാണ് തടയേണ്ടത്? അവർ ആക്രമിക്കാനായിട്ട് വരുന്ന സമയം ഏതാണ്ട് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദിക്കണേ. അതിന് കാരണം പറയാണ്, തത്ക്ഷണം നാദിവർത്തേത അതഹ ബ്രൂഹി. അതായത് അവർ വന്ന് കഴിഞ്ഞിട്ട് പറയണതിനേക്കാളും നല്ലത് തയ്യാറായിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ആ സമയം കഴിഞ്ഞു പോയിട്ട് പിന്നെ അവരെ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞാലൊന്നും ചിലപ്പോൾ പെട്ടെന്ന് നടന്നോളണമെന്നില്ല. അതുകൊണ്ട് നേരത്തെ കാലത്തെ തന്നെ പറഞ്ഞു വച്ചാലും അതിനനുസരിച്ച് തയ്യാറായി നിൽക്കാമല്ലോ. അതാണ് തത്ക്ഷണം ന അതിവർത്തേത. ആ സമയം കഴിഞ്ഞു പോകരുതല്ലോ. ഇവരെ ആക്രമിക്കേണ്ട സമയത്ത് തന്നെ ആക്രമിക്കണം, ആ ശക്തിയോടുകൂടി തന്നെ ആക്രമിക്കണം. എന്നാലേ അവരെ ഒതുക്കാൻ പറ്റുള്ളൂ, അമർച്ച ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് സമയവും അവരെ ആക്രമിക്കാൻ വരുന്ന പ്രദേശവും ഒക്കെ പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുണ്ട് ആക്രമിക്കാൻ എന്നർത്ഥം. രാക്ഷസന്മാരുടെ വരവിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുനിമാർക്കൊക്കെ വളരെ സന്തോഷമായി. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ഏവം ബ്രുവാണൗ ഗാഗുത്സ്ഥൗ ത്വരമാണൗ യുയുത്സയാ
സർവേ തേ മുനയഃ പ്രീതാഃ പ്രശശംസുർ നൃപാത്മജൗ ഏവം ബ്രുവാണൗ കാകുത്സ്ഥൗ ത്വരമാണൗ യുയുത്സയാ. ഈ കാകുത്സ്ഥന്മാർ, അതായത് രഘുവംശത്തിൽ പിറന്നവരായിട്ടുള്ള ഈ രാജകുമാരന്മാർ, യുയുത്സയാ ത്വരമാണൗ, യുയുത്സ എന്ന് പറഞ്ഞാൽ യോദ്ധുമിച്ഛ, യുയുത്സ യുദ്ധം ചെയ്യാനായിട്ട് രാക്ഷസന്മാരെയൊക്കെ എതിരിടാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ഈ ബാലകന്മാർ, അവരെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഈ രാക്ഷസന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് വിശ്വാമിത്രൻ ചെയ്യാനായിട്ട് പുറപ്പെടുന്നതായ യാഗം ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ രാക്ഷസന്മാരെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ടുപേര്, യാഗം നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ആ രാക്ഷസന്മാരെ രണ്ടുപേരെ എവിടെയാണ് കാക്കേണ്ടത്, എപ്പോഴാണ് കാക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവർ വളരെ ആകാംക്ഷയോടുകൂടി ചോദിക്കണ കേട്ടിട്ട് അവർ യുദ്ധത്തിന് അത്ര കണ്ട് തയ്യാറാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അതാണ് യുയുത്സയാ ത്വരമാണൗ ഏവം ബ്രുവാണൗ കാകുത്സ്ഥൗ, ഇങ്ങനെ പറയുന്നവരായിട്ടുള്ള ആ രണ്ട് ബാലകന്മാരെ, കാകുസ്ഥന്മാരെ, ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടിട്ട് സർവേ തേ മുനയഃ പ്രീതാഃ നൃപാത്മജൗ പ്രശശംസു. അവിടെ കൂടിയിരുന്ന മറ്റു മുനിമാരെല്ലാവരും തന്നെ വിശ്വാമിത്രൻ്റെ കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ ശിഷ്യന്മാരായിട്ട് സമപ്രായക്കാരായിട്ട് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നുവോ അവരെല്ലാവരും തന്നെ, ആ മുനിശ്രേഷ്ഠന്മാരെല്ലാവരും തന്നെ സർവേതേ മുനയഃ പ്രീതാഃ, അവർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമായി. ഇവർ രണ്ടുപേരും, ഈ ബാലകന്മാരിവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ യുദ്ധം എന്തായാലും ഇവർക്ക് ഈ രാക്ഷസന്മാർക്കെതിരെ ചെയ്യുമെന്നും യാഗം വളരെ ഭംഗിയായിട്ട് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുമെന്നും അവർക്കൊരു പ്രതീക്ഷയുണ്ടായി. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷം വന്നത്. തേ മുനയഃ പ്രീതാഃ, അവരെ വളരെ സന്തുഷ്ടരായിക്കൊണ്ട് നൃപാത്മജൗ പ്രശശംസു, നൃപാത്മജന്മാരെ രണ്ടുപേരെയും ശ്രീരാമനെയും ലക്ഷ്മണനെയും പ്രശംസിച്ചു. നല്ല മിടുക്കന്മാർ തന്നെ, എന്തിനാണ് വന്നത് എന്നുള്ളത് നല്ല ബോധ്യമുണ്ട് തുടങ്ങിയിട്ടുള്ള സദ്വചനങ്ങളെ കൊണ്ട് അവരെ പ്രശംസിച്ചു എന്നർത്ഥം. 4-ാമത്തെ ശ്ലോകം നോക്കാം. അദ്യ പ്രഭൃതി ഷഡ്രാത്രം രക്ഷതാം രാഘവൗ യുവാം ദീക്ഷാം ഗതോ ഹ്യേഷ മുനിർമൗനിത്വം ച ഗമിഷ്യതി. ഇവിടെ വിശ്വാമിത്രനല്ല പറയണത്, അവിടെ കൂടിയിരുന്ന മുനിമാരാണ് പറയണത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണത്. ഇവിടെ പറയാണ്, അദ്യ പ്രഭൃതി ഷഡ്രാത്രം രക്ഷതാം രാഘവൗ യുവാം. അല്ലയോ രാഘവന്മാരെ, യുവാം നിങ്ങൾ രണ്ടുപേരും, അദ്യ പ്രഭൃതി ഇന്നു മുതൽക്ക്, ഷഡ്രാത്രം സിദ്ധാശ്രമം രക്ഷതാം ഇന്നു മുതൽക്ക് 7 ദിവസം അല്ലെങ്കിൽ 6 രാത്രി, അദ്യപ്രഭൃതി ഷഡ്രാത്രം, അപ്പോൾ ഒരു 7 ദിവസം തന്നെ, ഒരാഴ്ച, അത്രയും ദിവസത്തേക്ക് നിങ്ങൾ രണ്ടുപേരും ഈ ആശ്രമത്തെ വേണ്ടതുപോലെ സംരക്ഷിച്ചോളൂ എന്ന് എല്ലാവരും കൂടിയിട്ടാണ് പറയണത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണെങ്കിൽ, ദീക്ഷാം ഗതോഹ്യേഷ മുനി, ഈ മുനി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാണിക്കുകയാണ് വിശ്വാമിത്ര മുനി എന്ത് ചെയ്യാൻ പോവുകയാണ്, മൗനിത്വം ച ഗമിഷ്യതി, മൗനിയായിട്ട്, ദീക്ഷ സ്വീകരിച്ചാൽ പിന്നെ മിണ്ടാറില്ല, ആരോടും സംസാരിക്കാറില്ല, അപ്പോൾ മൗനിയായിട്ടിരിക്കാൻ പോവുകയാണ് ഇനിയൊരു 6 ദിവസം. അതുകൊണ്ട് ആ 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ആശ്രമത്തിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നോളൂ. എല്ലാ ഭാഗത്തേക്കും ഒരു കണ്ണുണ്ടായിക്കോട്ടെ, എവിടെ നിന്നാണ് എപ്പോഴാണ് ഇവർ വരണത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല, ആകാശമാർഗത്തിൽ കൂടെയാണ് വരണത്, എന്നാലും ഈ 6 ദിവസം നല്ലവണ്ണം ശ്രദ്ധിച്ചു തന്നെ ഇരുന്നോളൂ. ദീക്ഷാം ഗതോ ഹ്യേഷ മുനി, ഇന്നലെ മുതൽ, അതായത് കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ വിശ്വാമിത്രൻ ദീക്ഷയെ പ്രാപിച്ചുല്ലോ, ഇനി ഒന്നും മിണ്ടില്ല, ഞങ്ങൾ അതിന് പകരം പറയാണ്, ഒരു 7 ദിവസത്തേക്ക് നല്ലവണ്ണം കരുതിയിരുന്നോളൂ, എവിടെ നിന്ന് വേണമെങ്കിലും രാക്ഷസന്മാരുടെ ആക്രമണം ഉണ്ടാകാം എന്നർത്ഥം. എന്നിട്ട് 5-ാമത്തെ ശ്ലോകം നോക്കാം. തൗ തു തദ്വചനം ശ്രുത്വാ രാജപുത്രൗ യശസ്വിനൗ അനിദ്രം ഷഡഹോരാത്രം തപോവനമരക്ഷതാം. തദ്വചനം ശ്രുത്വാ, ആ മുനിവര്യന്മാരുടെ വാക്കുകൾ കേട്ടിട്ട്, തൗ രാജപുത്രവും യശസ്വിനവും, ആ യശസ്വികളായിട്ടുള്ള നല്ല പേര് മാത്രം കേൾപ്പിച്ചിട്ടുള്ള, എല്ലാവർക്കും അറിയാം ശ്രീരാമനെയും ലക്ഷ്മണനെയും, ആ 2 ബാലകന്മാരും എന്തു ചെയ്തു, രാജപുത്രന്മാരായിട്ടുള്ള ബാലകന്മാർ അനിദ്രം, അല്പം പോലും ഉറങ്ങാതെ, ഷഡ് അഹോരാത്രം, ഈ 6 രാപ്പകലുകൾ,
തപോവനം അരക്ഷതാം, തപോവനത്തെ കാത്തുകൊണ്ടേയിരുന്നു. ഒരു ലേശം നേരം പോലും, ഒരു നിമിഷ നേരം പോലും രണ്ടുപേരും ഉറങ്ങിയില്ല. ആ ആശ്രമത്തെ കാത്തുകൊണ്ട് തന്നെ ഉണർന്നിരുന്നു ഈ രണ്ടുപേരും 6 ദിവസം. 6 ദിവസം എന്ന് പറയുമ്പോൾ 6 രാത്രിയും പെടും. ഒരു പോള കണ്ണടയ്ക്കാതെ ആശ്രമത്തെ, തപോവനം അരക്ഷതാം, ഇതൊക്കെ ദ്വിവചനത്തിലാണ് പറയണത്. അരക്ഷതാം എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടിയിട്ട് തപോവനത്തെ സംരക്ഷിച്ചു എന്നർത്ഥം. എന്നിട്ട് നമുക്ക് 6ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഉപാസാം ചക്രദുർവീരൗ യത്തൗ പരമധന്വിനൗ രരക്ഷതുർമുനിവരം വിശ്വാമിത്രമരിന്ദമൗ. അവര് ആശ്രമത്തിനെ മാത്രമല്ല വിശ്വാമിത്രന് വരെ പ്രത്യേകം സംരക്ഷണം കൊടുത്തിരുന്നു. അതാണ് ഉപാസാം ചക്രദുർവീരൗ യത്തൗ പരമധന്വിനോ. പരമധന്വികൾ എന്ന് വെച്ചാൽ ഏറ്റവും ശക്തമായിട്ടുള്ള ധനുസ് കയ്യിലേന്തിയിട്ടുള്ളവര്. അങ്ങനെയുള്ള ശ്രീരാമനും ലക്ഷ്മണനും എന്തു ചെയ്തു? ഉപാസാം ചക്രതു, വീരന്മാരായിട്ടുള്ള ബാലകന്മാര് ഉപാസിച്ചുകൊണ്ടേയിരുന്നു. അതായത് യുദ്ധം എപ്പോൾ വേണമെങ്കിലും വരാമെന്നും ഈ ആശ്രമത്തിനും മുനിമാർക്കും പ്രത്യേകിച്ച് വിശ്വാമിത്ര മഹർഷിക്കും സംരക്ഷണം നൽകണമെന്നുള്ള ആ ഒരു അർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് അവർ രണ്ടുപേരും പ്രവർത്തിച്ചു. അതാണ് രരക്ഷതു. രരക്ഷതു എന്ന് പറഞ്ഞാലും ദ്വിവചനാണ്. രരക്ഷ, രരക്ഷതുർ, രരക്ഷു. അവർ രണ്ടുപേരും കൂടിയിട്ട് അവരെ എല്ലാവരെയും മുനിവരം വിശ്വാമിത്രം അരിന്ദമവും, ആ മുനിശ്രേഷ്ഠനായിട്ടുള്ള വിശ്വാമിത്രനെ സംരക്ഷിച്ചു. അരിന്ദമന്മാര്, ശത്രുക്കളെ അമർച്ച ചെയ്യുന്നവരായിട്ടുള്ള ബാലകന്മാർ രണ്ടുപേരും വിശ്വാമിത്രനെ മാത്രമല്ല ആ ആശ്രമത്തിലുണ്ടായിരുന്ന മറ്റു മുനിവരന്മാരെയും അതുപോലെ തന്നെ ആശ്രമത്തെയും ഒക്കെ കയ്യിൽ അമ്പും വില്ലും സ്വീകരിച്ച് നിന്നുകൊണ്ട്, അതും പിടിച്ചു നിന്നുകൊണ്ട്, കുലച്ച വില്ലും ഒക്കെ ആയിട്ട് നിന്നുകൊണ്ട് ആ ആശ്രമത്തെയും ആശ്രമനിവാസികളെയും സംരക്ഷിച്ചു പോന്നു 6 രാവു പകലുകൾ എന്നാണ് ഇവിടെ പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അഥതൗ ദേശകാലജ്ഞൗ രാജപുത്രാവരിന്ദമൗ ദേശേ കാലേ ച വാക്യജ്ഞാവബ്രൂതാം കൗശികം വച ഭഗവൻ ശ്രോതുമിച്ഛാവോ യസ്മിൻ കാലേ നിശാചരൗ സംരക്ഷണീയൗ തൗ ബ്രൂഹി നാദിവർത്തേത തത്ക്ഷണം ഏവം ബ്രുവാണൗ കാകുത്സ്ഥൗ ത്വരമാണൗ യുയുത്സയാ സർവേ തേ മുനയഃ പ്രീതാഃ പ്രശശംസുർനൃപാത്മജൗ അദ്യ പ്രഭൃതി ഷഡ്രാത്രം രക്ഷതാം രാഘവൗ യുവാം ദീക്ഷാം ഗതോ ഹ്യേഷ മുനിർമൗനി ത്വം ജഗമിഷ്യതി തൗ തു തദ്വചനം ശ്രുത്വാ രാജപുത്രൗ യശസ്വിനൗ അനിദ്രം ഷഡഹോരാത്രം തപോവനമരക്ഷതാം ഉപാസാം ചക്രദുർവീരൗ യത്തൗ പരമധന്വിനൗ രരക്ഷതുർമുനിവരം വിശ്വാമിത്രമരിന്ദമൗ. അങ്ങനെ ആശ്രമത്തിനെയും മുനിമാരെയൊക്കെ കാത്തുകൊണ്ട കാവലാൾമാരായിട്ട് അവർ രണ്ടുപേരും വില്ലുകുലച്ച് അസ്ത്രവും തൊടുത്തുകൊണ്ട് 6 ദിവസം ഉറങ്ങാതെ കാത്തിരുന്നു എന്നർത്ഥം. ഇനി എന്താണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.